ഇന്നലെ അമേരിക്കൻ വിപണികൾക്ക് അവധിയായിരുന്നു. വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയനെതിരെ പ്രഖ്യാപിച്ച 50% തീരുവ എന്നുള്ളത് ജൂലൈയിലേക്ക് നീട്ടിവെച്ചത് മിക്ക വിപണികളും പോസിറ്റീവിലേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കാരണമായി. അതേ തുടർന്ന് ഇന്ത്യൻ വിപണികളും തിങ്കളാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയും സെൻസെക്സും 0.5% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നതിന് സഹായിച്ചു. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ വിപണികൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ മറ്റു പല കാരണങ്ങളുണ്ട്. മൺസൂൺ നേരത്തെ എത്തിയത്, ഏത് 35 വർഷത്തിൽ ആയിട്ട് മൺസൂൺ വളരെ നേരത്തെയാണ് ഇപ്രാവശ്യം എത്തിയത്. അതുപോലെ RBI ഡിവിഡന്റ് 2.69 ലാക്സ് സ്കോർ ഗവൺമെന്റിന് ലാഭവിഹിതമായി കൊടുക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ധനക്കമ്മി നിയന്ത്രിക്കാനും അതുപോലെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഗവൺമെന്റിന് ഈ പണം ഉപയോഗിക്കാൻ കഴിയും. നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നു എന്നതിനെ സംബന്ധിച്ച് നീതി ആയോഗ് ചെയർമാൻ പറഞ്ഞത് മാർക്കറ്റിന് പോസിറ്റീവാണ്. റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതായിട്ടാണ് ഡേറ്റകൾ കാണിക്കുന്നത്. ഒരുപക്ഷെ ഇത് GDP വർദ്ധിക്കാൻ അത്തരത്തിൽ റിസൾട്ട് വരാനായിട്ട്, GDP പോസിറ്റീവായിട്ട് വരാനായിട്ട് ഇത് സഹായിക്കും. മറ്റൊന്ന്, കോർപ്പറേറ്റ് വരുമാനം വർദ്ധിക്കുന്ന രീതിയിലാണ് റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി കഴിഞ്ഞ ദിവസത്തെ FISന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIS കോളും പുട്ടും ബൈ ചെയ്തതായിട്ടാണ് കാണുന്നത്. പ്രോ ട്രേഡേഴ്സ് ലോങ് കൂടുതലായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് കോളും പുട്ടും സെല്ല് ചെയ്തതായിട്ടാണ് കാണുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് അവരുടെ ബുള്ളിഷ് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ FISലെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് FIS ഷോർട്ടാണ്. DIS ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സും ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,060 മുതൽ 25,180 വരെയുള്ള ആ സോണാണ് പ്രധാനമായിട്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സപ്പോർട്ട് കാണുന്നത് 24,800, 24,530 ലെവലുകളിലാണ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അത് മാർക്കറ്റ് ശ്രദ്ധിക്കുക. ഇന്ന് GNX നിഫ്റ്റി ഫ്ലാറ്റ് മൈനസിലാണ്. ഏഷ്യൻ വിപണികളെല്ലാം ഇപ്പോൾ ചെറിയ മൈനസിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വരുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നെസ്ലയിൽ LIC ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ച് ഇന്നലെ അതിന്റെ ഓഹരികളിൽ അതിന്റെ മൂവ്മെന്റ് കാണിച്ചിരുന്നു. ഇതുകൂടാതെ PG ഇലക്ട്രോപ്ലാസ്റ്റിലും ഇൻഡിഗോയിലും ഒരു ബ്ലോക്ക് ഡീല് നടത്താൻ സാധ്യതയുണ്ട്. ഇൻഡിഗോയിൽ പ്രൊമോട്ടർ 6,831 കോടി രൂപ ഷെയർ സെല്ല് ചെയ്യുന്നു. PG ഇലക്ട്രോപ്ലാസ്റ്റ് 5.62%, 740 രൂപയ്ക്കാണ് ഇന്ന് സെല്ല് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ രണ്ട് ഓഹരികളും ശ്രദ്ധിക്കുക. ഇന്നിനി പ്രധാനമായിട്ടും റിസൾട്ട് വരാനുള്ളത് LIC, ബോഷ്, ഭാരത് ഡൈനാമിക്, NMDC, അതുപോലെ DCX സിസ്റ്റംസ്, ഇപാക് ഡ്യൂറബിൾ, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, JK ലക്ഷ്മി സിമന്റ്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസ്, മിൻഡ കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. വരുന്ന റിസൾട്ടുകളെല്ലാം പോസിറ്റീവാണ്. ആക്ഷൻ കൺസ്ട്രക്ഷൻ, ജയകുമാർ ഇൻഫ്ര, റെയിൽടെൽ, KEC ഇന്റർനാഷണൽ, താൽക്രോസ് ഓട്ടോ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളെല്ലാം പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ മാർക്കറ്റ് ശ്രദ്ധിക്കുക, ഏകദേശം ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. മിക്ക ഇൻഡിക്കേറ്റേഴ്സും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം നീങ്ങുക. അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ള പൊസിഷൻ ബുക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.